ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്. ദൂരദർശൻ്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2021 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് അണ്ടർ മിനിസ്ട്രി ഓഫ് ലോ ആൻഡ് ജസ്റ്റിസ് പുറത്തു കൊണ്ടുവന്ന സ്കീമാണ് ദിശ, ഡിസൈനിങ് ഇന്നോവേറ്റീവ് സൊല്യൂഷൻ ഫോർ ഹോളിസ്റ്റിക് ആക്സസ് ടു ജസ്റ്റിസ്. നിയമത്തിൻ്റെ സഹായം, നിയമത്തിൻ്റെ ഉപദേശം, നിയമത്തിൻ്റെ ബോധവൽക്കരണം. ഇന്നും ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഔട്ട്റേജിങ് ദ മോഡസ്റ്റി ഓഫ് വുമൺ. ഇതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നത് അഡ്വക്കേറ്റ് മായാകൃഷ്ണൻ, അനിഷ്യ ജയദേവ്. രണ്ടുപേർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. തുടക്കത്തിൽ തന്നെ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ സ്ത്രീകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടുന്നത്? പ്രധാനമായും എനിക്ക് തോന്നുന്നു ഇത് പലപ്പോഴും നമ്മളൊരു സമൂഹം, പാട്രിയാർക്കലായിട്ടുള്ളൊരു സമൂഹത്തിൻ്റെ അകത്ത് ഈ നടക്കുന്ന കാര്യം, ഇപ്പോൾ സ്ത്രീയുടെ മോഡസ്റ്റിക്ക് കളങ്കം വരുത്തുന്ന, അത് ഏതും അന്തസ്സിന് അടക്കം ഹനിക്കുന്ന ഇത്തരം കാര്യങ്ങൾക്കകത്ത് നടക്കുന്നത് ക്രൈമാണെന്നുള്ള തിരിച്ചറിവില്ലായ്മ, അതുപോലെ തന്നെ ഈ സാമൂഹ്യ സാഹചര്യത്തിൻ്റെ അകത്ത് തനിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അതിന് പരാതിപ്പെടാനായിട്ട് അവർക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ആ ഒരു ആക്സസിബിൾ ആയിട്ടുള്ള, എവിടെയാണ് ആക്സസിബിലിറ്റിയുടെ പ്രശ്നമുണ്ട്. 3, ഇത് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ട് ചിലപ്പോൾ അവർക്ക് ഇത്തരം സപ്പോർട്ട് കിട്ടുന്ന ഇടങ്ങളെക്കുറിച്ചുള്ള ധാരണയില്ലായ്മ ഉണ്ടാകാം. ദിശയുടെ ഒരു ഉദ്ദേശം അത് തന്നെയാണ് മാഡം. ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടും സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും പിന്നോക്കം നിൽക്കുന്നതായിട്ടുള്ള ഒരു വിഭാഗം ഉണ്ടെങ്കിൽ അവർക്ക് ദിശ ഉപയോഗപ്പെടുത്താവുന്നതാണ് ശരിക്കും. മാഡത്തിൻ്റെ ഒരു പ്രവർത്തന പരിചയത്തിൽ മാഡത്തിന് എന്ത് തോന്നുന്നു, എന്തൊക്കെ വെല്ലുവിളികളാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്ത്രീകൾ ഫേസ് ചെയ്യുന്നത്? ഈ സ്ത്രീയുടെ മോഡസ്റ്റിക്ക് നേരെയുള്ള കടന്നുകയറ്റം, അല്ലെങ്കിൽ അവളുടെ അന്തസ്സിന്, അവളുടെ സ്വാഭിമാനത്തിന് നേരെയുള്ള കടന്നുകയറ്റം എന്നുള്ള ഒരു സംഗതി ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കഴിഞ്ഞുപോയ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുടെ ഒരു കണക്ക് പരിശോധിച്ച് നോക്കിയാൽ സ്ത്രീ മോഡസ്റ്റി, അതായത് അവളുടെ അന്തസ്സ്, ഈ പറയുന്നൊരു കാര്യത്തിനെക്കുറിച്ച് അവൾക്ക് തന്നെ വലിയൊരു അവബോധമൊന്നും ഇല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു കണക്ക് പറയുന്നത്, എന്നെ ഉപദ്രവിക്കും പുരുഷൻ, ഭർത്താവ്, അച്ഛൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇണ ഉപദ്രവിക്കുന്നതിൽ അതൊരു വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് അവർ പറയുന്നത്. ഞാൻ എൻ്റെ ഇണയെ ഉപദ്രവിക്കുന്നുള്ളതൊരു പുരുഷൻ വളരെ സ്വാഭാവികമായിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത്ര നിയമ അവബോധം ഇല്ലാത്ത ഒരിടം, നിയമ അവബോധമല്ല, സാമൂഹികമായിട്ടുള്ള നമ്മുടെ ഒരു അന്തസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബോധ്യമില്ലാത്തൊരിടമാണ് കേരളത്തിലെ ഒരു, ഇപ്പം നമ്മൾ പറഞ്ഞ ഏറ്റവും പാവപ്പെട്ട സ്ത്രീകൾ മാത്രമല്ല, അപ്പർ ക്ലാസ്സിലും മിഡിൽ ക്ലാസ്സിലും എല്ലാം ഉള്ള സ്ത്രീകളുടെ അവസ്ഥ ഇതാണ്. ഒരു ചെറിയ ഉദാഹരണം കൂടി പറയാം. ഈ അടുത്തിടയ്ക്ക് വൈറലായ ഒരു വീഡിയോ ഉണ്ട്. ഞാൻ എൻ്റെ ഭാര്യയെ അടിക്കും എന്ന് പറയുന്ന ഒരു പുരുഷനും ആണത്തത്തോടു കൂടി അയാൾ അടിക്കുമ്പോൾ ഞാനത് സ്വീകരിക്കുകയും അത് കഴിയുമ്പോൾ അയാൾ എനിക്ക് ഉപഹാരങ്ങൾ തരും എന്ന് പറയുന്ന ഒരു സ്ത്രീയും ഉള്ള ഒരു കേരളത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. പക്ഷേ ഇതാണ് സ്വാഭാവികമായും നമ്മുടെ മുന്നിൽ മോഡസ്റ്റിയെക്കുറിച്ച് ഉള്ള അവബോധമില്ലായ്മ. മോഡസ്റ്റി വളരെ പാട്രിയാർക്കലായിട്ടുള്ള ടേമാണ്. പക്ഷേ ഒരു സ്ത്രീ അവനവൻ്റെ ശരീരം പോലും അവനവൻ്റെ അവകാശമാണെന്ന് അറിയാത്ത ഒരിടത്തിൽ ഇഷ്ടംമാതിരി അതിക്രമങ്ങൾ ഉണ്ടാവാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ ഭവിഷ്യത്തുകളാണ് ഉണ്ടാവുന്നത്? ശരിക്കും അടിസ്ഥാനപരമായിട്ട് ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അടുത്ത് എല്ലാ തരത്തിലെ ജീവിതവും വന്നു ചേരേണ്ടത് കുടുംബത്തിലാണെന്നുള്ള ഒരു അവബോധത്തോടു കൂടിയാണ് നമ്മൾ വളർന്നു വരുന്നതും കുട്ടികളെ വളർത്തുന്നതും. കുട്ടികളും അതുപോലെ തന്നെ വളരെ നിയമ അവബോധമില്ലാതെയും അവനവനെ കുറിച്ചിട്ടുള്ള ഒരു അന്തസ്സിനെ കുറിച്ചുള്ള ബോധ്യമില്ലാതെയും വളരുകയും വളരെ അപകടകരമായിട്ടുള്ള സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. നമ്മുടെ അഡ്വക്കേറ്റിന് അതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ പറ്റും. കാരണം സ്ത്രീകൾക്ക് വേണ്ടി ഏറെ നിയമങ്ങളുണ്ട്. പോഷ് ആക്ട്, അതായത് ഒഫീഷ്യൽസ് പ്രിമൈസസിൽ ഒരു സ്ത്രീയുടെ നേരെ ലൈംഗിക അതിക്രമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. രണ്ടാമത്, ഗാർഹിക അന്തരീക്ഷത്തിൽ സ്ത്രീയുടെ നേരെ അതിക്രമം ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു നിയമമുണ്ട്. ഈ നിയമങ്ങളുടെ നടത്തിപ്പും അതിൻ്റെ ഒരു റിസൾട്ടും കൂടി നോക്കിക്കഴിഞ്ഞാൽ അത് അത്ര പ്രോത്സാഹന അർഹിക്കുന്ന ഒന്നായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം ഒരു സാമൂഹികമായി ആരോഗ്യമില്ലാത്ത, മാനസികമായി ആരോഗ്യമില്ലാത്ത ഒരു സമൂഹമായി മാറുമെന്നുള്ളതാണ് ഇതിന് ആത്യന്തികമായിട്ടുള്ള ഇതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്.
देश भर के 300 से भी अधिक संविधान सभा के सदस्यों की अथक परिश्रम और जोरदार मंथन के बाद भारत के लोगों ने स्वयं को अमृत कलश के रूप में दिया एक नायाब उपहार, संविधान। गर्व है हमें अपने संविधान पर, जो हमें प्रकाश और आगे बढ़ने की प्रेरणा प्रदान करता है। स्वतंत्रता की 75 साल की गौरवपूर्ण यात्रा हमने इसकी मदद से पूरी की। समय समय पर जरूरत के अनुसार इसे और बेहतर किया। वंचितों तक इसकी पहुंच को और आसान बनाने को प्रतिबद्ध हैं हम। इसलिए लोकतंत्र के 75वें वर्ष में पूरे वर्ष हम करेंगे संविधान समर्पित। सबको न्याय, हर घर न्याय, नव भारत नव संकल्प, विधि जागृति जैसे विविध अभियानों का आयोजन, संविधान में लिखी समानता, कर्तव्य और अधिकारों के आधार पर ही हम संकल्प से सिद्धि की मंजिल भी हासिल करेंगे। हमारा संविधान, हमारा सम्मान। മാഡത്തിൻ്റെ ഒരു പ്രവർത്തന പരിചയത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു അനുഭവം ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇത്തരം ഒരു പ്രശ്നമുള്ളതായി അല്ലെങ്കിൽ ഉണ്ടായതായിട്ട്? നേരത്തെ മാഡം പറഞ്ഞതുമായി ചേർത്ത് തന്നെ പറഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ അടുത്ത് ഒരു ക്ലയൻറ്റ് വരുന്നു, കൈ ഇങ്ങനെ കെട്ടി വെച്ചിട്ടാണ് ഓഫീസിലേക്ക് വരുന്നത്. അപ്പോൾ അവർ വരുന്നു, കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്നു. അപ്പോൾ ഞാൻ ഡിഗ്രിക്ക് പഠിച്ചിരുന്ന കോളേജിൽ നിന്ന് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു സുഹൃത്ത് റെഫർ ചെയ്ത് വിട്ടതാണ്. അപ്പോൾ അയാൾ ഇവരോട് പറയുന്നത്, നീ പോയിട്ട് വക്കീലിനെ ഇന്ന് കാണണം, വേറെ ഒന്നും വേണ്ട, കാണു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വന്നു സംസാരിക്കുന്ന സമയത്ത് എന്താ സംഗതി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മദർ ഇൻ ലോ ചീനച്ചട്ടി വെച്ച് അടിച്ച മുറിവാണത്, പ്ലാസ്റ്റർ ഇട്ടിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അവരോട് ഇവർ ഈ സുഹൃത്ത് പറഞ്ഞത്, അപ്പോൾ സുഹൃത്തിന് കേസിനെ സംബന്ധിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാവണം. അപ്പോൾ അവർ അതിനൊന്നും ആ സമയത്ത് വില്ലിങ് അല്ല. അപ്പോൾ അവരോട് പറഞ്ഞു, നീ ഒരു കൗൺസിലിങ്ങിന് പോകുന്നു എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റിൻ്റെ അടുത്തൊന്ന് ചെന്ന് സംസാരിക്കും. എനിക്കിത് കേൾക്കുന്ന സമയത്ത് ഭയങ്കര അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര, അതായത് ഇവൻ സെക്ഷൽ അബ്യൂസ് ഉണ്ട്, അതുപോലെ തന്നെ ഫിസിക്കൽ അബ്യൂസ് ഉണ്ട്. ഇവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് 15-ാം തീയതി പോയിട്ട് ഇവർ DPharm കഴിഞ്ഞ കുട്ടിയാണ്. അപ്പോൾ അവൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഈ കുട്ടി ജോലി ചെയ്യുന്ന 150 രൂപയാണ് ഒരു മാസം അവൾക്ക് ഹസ്ബൻഡ് എന്ന് പറയുന്ന ആൾ കൊടുക്കുന്നത്. അത് നാപ്കിൻ പോലും വാങ്ങിക്കേണ്ട, അത് അവിടെ നിന്ന് ഫാർമസിയിൽ നിന്ന് അവർക്ക് എടുത്തുകൊണ്ട് പോരാം. അപ്പോൾ അതിന് പോലുമുള്ള പൈസ അയാൾ കൊടുക്കാൻ വില്ലിങ് അല്ലാത്തൊരു സിറ്റുവേഷനിൽ ഭയങ്കരമായിട്ടുള്ള ശാരീരിക മാനസിക ഉപദ്രവങ്ങൾ നേരിടുന്നു. ഈ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ PSC ടെസ്റ്റ് എഴുതാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞിട്ട് ചീനച്ചട്ടിക്ക് കിച്ചണിൽ വെച്ചിട്ട് ഒരു അടി കിട്ടുന്നു, ഇതാവുന്നു. അപ്പോഴും അവൾ വന്നിട്ട് നമ്മുടെ അടുത്ത് ജസ്റ്റ് സംസാരിച്ചാൽ മതി, കേസ് കൊടുക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ അവിടെ നിന്ന് പോരുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ ആൾക്ക് ധാരണയില്ല. പക്ഷേ എനിക്കത് ഭയങ്കര അബ്യൂസാണെന്ന് മനസ്സിലാവുകയും ആ കുട്ടി അതിൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇത് തനിക്ക് നേരെ നടക്കുന്ന അതിക്രമമാണെന്നും ഇതിൻ്റെ അകത്ത് നിന്ന് ഓവർകം ചെയ്ത് പുറത്തു പോരേണ്ടതുണ്ടെന്നുള്ളതും അവൾക്ക് മനസ്സിലാവുന്നില്ല. അതിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരുടെ മാതാപിതാക്കളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർ പറയുന്ന കുറച്ച് കടം വിലയൊക്കെ വാങ്ങിയിട്ട് നമ്മളുള്ള വിവാഹം കഴിച്ച് വിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനി തിരിച്ചു വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ സ്ഥലത്ത് നിന്ന് കല്യാണം കഴിച്ച് വിട്ടിട്ടുള്ളതിൽ അവർ പാവപ്പെട്ട മനുഷ്യരാണ്. അതിലേറ്റവും മെച്ചപ്പെട്ട രീതിയിൽ വിദ്യാഭ്യാസവും കൊടുത്തു, എന്നിട്ട് നമ്മൾ സ്ത്രീധനവും കൊടുത്തിട്ട്, സ്ത്രീധനം നമ്മളിപ്പോഴും അബോളിഷ് ചെയ്തിട്ടില്ലല്ലോ, ആക്ട് 1961 പക്ഷേ ആ സ്ഥിതിയിൽ നിൽക്കുന്ന ഒരു ഫാമിലി. അപ്പോൾ അവരോട് ഇവളോട് ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാനാണെങ്കിൽ അത് സത്യത്തിലെ ലീഗൽ അഡ്വൈസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അവരുടെ സിറ്റുവേഷനിൽ എനിക്ക് തോന്നുന്നു അവളോട് നമ്മൾ അങ്ങനെ സംസാരിക്കാതിരിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, നീ പുറത്തിറങ്ങിയിരിക്കുക, കേസ്. ഞാൻ അവളോട് സംസാരിക്കുമ്പോഴൊക്കെ അവൾ പറയണത്, മാഡം ഞാനിത് പ്ലാസ്റ്റർ വെട്ടിക്കഴിയുമ്പോൾ ഇപ്പോൾ അവിടെ നിന്നാൽ പണിയെടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവരെന്നെ വിട്ടത്. അപ്പോൾ ആ സിറ്റുവേഷനിൽ നിൽക്കുന്ന കുട്ടി, ഞാൻ പറഞ്ഞു, നീ കേസ് കൊടുക്കാനാണെങ്കിൽ ഇവിടെ ഇരിക്കില്ലെങ്കിൽ നീ പൊയ്ക്കോ എന്ന് പറഞ്ഞു. അത് നമ്മളതൊരു അങ്ങനെ ചെയ്തതാണ്. പിന്നീട് തിരിച്ചു വന്നു. അപ്പോൾ അവൾ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ അവിടെ അങ്ങനെ നിൽക്കണം, ഇത് അപ്പം നമ്മളിങ്ങനെ അവളോട് നിയമങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുത്തു, സിറ്റുവേഷൻസ് പറഞ്ഞു, നമ്മുടെ അടുത്ത് നേരത്തെ വന്നിട്ടുള്ള കേസുകളിലെ എക്സ്പീരിയൻസുകൾ പറഞ്ഞു കൊടുത്തു, ഒത്തിരി സമയം സംസാരിച്ചു. തിരിച്ചു പോയിട്ട് ആ കുട്ടി വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മാഡം നമുക്കെന്നാൽ കേസുമായിട്ട് പോയി, ഇനി ഞാൻ അവിടെ പോകണ്ടല്ലേ. അതായത് കൈയും കാലും ഒക്കെ കട്ടിലിൽ കെട്ടിയിട്ടിട്ട് അത്രയും ഭീകരമായിട്ടുള്ള സെക്ഷൽ അബ്യൂസൊക്കെ നേരിട്ടിട്ടാണ് ആ കുട്ടി നിൽക്കുന്നത്. പക്ഷെ ഇതെല്ലാം ക്രൈമാണെന്ന് പോലും തിരിച്ചറിയാത്തൊരു പറ്റുന്നില്ല, എഡ്യൂക്കേറ്റഡ് ആണ്. പക്ഷേ ഇത് തിരിച്ചു പോയാൽ നിൽക്കാൻ പറ്റണ വീടില്ല. 17 പോയിൻ്റ് ഗോൾഡ് ഭയങ്കര കടമൊക്കെ വാങ്ങിയിട്ട് കൊടുത്തൊരു വീട്ടുകാർ.
അപ്പോൾ പിന്നെ ഇവൾ വീട്ടിൽ ഞാൻ പറഞ്ഞു കേസ് കൊടുക്കാം നമുക്ക്, ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞു. നേരെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയും. അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ ഞാൻ വീട്ടിലൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. വീട്ടിൽ പോയിട്ട് സംസാരിക്കുന്ന സമയത്ത് അമ്മ പറയണു മാഡം ഇതൊന്നും നടക്കില്ല, എല്ലാവരും പറയും ഇങ്ങനെ എഡ്യൂക്കേഷൻ ഞങ്ങളുടെ അവിടെ ഒന്നും എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ല, അപ്പോൾ ഇവിടെ നമ്മൾ പഠിപ്പിച്ചത് കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ആളുകൾ കുറ്റം പറയൂ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല. ഞാൻ പറഞ്ഞു ഒന്നല്ലേ നിങ്ങൾക്ക് ഇവിടെ കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഇവിടെ നിർത്താൻ പറ്റുന്ന സ്ഥലങ്ങൾ ഇവിടെയുണ്ട്, ഞാനത് ചെയ്തു കൊടുക്കും എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത്രയും സ്ട്രോങ്, അത് ഇടപെടേണ്ട ഒരാളാണെന്ന് എനിക്ക് കൃത്യം ബോധ്യം വന്നതുകൊണ്ട് ഇടപെട്ടു. വീട്ടുകാരെ അടക്കം നമ്മളൊരു 3 പ്രാവശ്യം ഇരുന്ന് സംസാരിച്ചു, കേസ് കൊടുത്തു. ഭയങ്കര റിസൾട്ട് എന്താണെന്ന് ചോദിച്ചെന്നാൽ ആ കേസ് അവസാനിച്ചു. അയാൾക്കെതിരെ കേസ് കൊടുത്തു. ക്രൈം നമ്മൾ 498 കേസ് രജിസ്റ്റർ ചെയ്തു. അത് അവൾ ആദ്യമേ തന്നെ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചെയ്തിട്ടാണ് പോകുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ അവർ ഇൻറ്റിമേഷൻ പോകണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും ഇവളത് ചെയ്യാനായിട്ട് തയ്യാറല്ലാതിരുന്ന സിറ്റുവേഷൻ. എന്നിട്ട് കേസ് സെറ്റിലായി. ഇപ്പോൾ ആ കുട്ടിയെ സംബന്ധിച്ച് അവൾ PSC ലിസ്റ്റിലുണ്ട്. അതുപോലെ നല്ല രസമായിട്ടുള്ള ലൈഫ്. അപ്പോൾ അവൾ എന്നോട് എപ്പോഴും പറയും ആ സമയത്ത് അങ്ങനെയൊന്നും പോരാനായിട്ട്, നമ്മുടെ ജീവിതത്തിലെ ഒരു അച്ചീവ്മെൻ്റ് ആണത്. കാരണം അങ്ങനെ ഒരാൾ പോരാനായിട്ട് ഈ പറയുന്നത്, അതുകൊണ്ടാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ബാരിയേഴ്സ് എന്താണെന്ന് ചോദിക്കുമ്പോൾ അവബോധമില്ലായ്മയും ഒരു സപ്പോർട്ട് സംവിധാനവും വേണം. കാരണം ഇതൊരു പാട്രിയാർക്കൽ സൊസൈറ്റിയാണല്ലോ. ഇതിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇറങ്ങിപ്പോന്നാൽ വന്ന് നിൽക്കാൻ നമുക്ക് ആർക്കും, അതിപ്പോൾ ആരുടെ കാര്യമാണെങ്കിലും കേരളത്തിൽ ആവട്ടെ ഇന്ത്യയിൽ എവിടെയും സ്ത്രീകൾക്ക് വന്ന് നിൽക്കാൻ ഒരു റൂം ഉണ്ടെന്നൊന്നും നമ്മളെപ്പോഴും ഒരു കൺസെപ്റ്റ് എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾക്ക് വിവാഹിതയാണോ അവിടെ അടിയാണേലും ഇടിയാണേലും നമ്മൾ മരിച്ചിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെയാണ്. പക്ഷെ മരിക്കാതെ ഡിവോഴ്സായിട്ട് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതെ സഹിക്കുക എന്ന് തന്നെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇത് ഇപ്പോൾ ഒരു കാര്യം ചോദിക്കേണ്ടതാണ് ശരിക്കും. ഇപ്പോൾ മാഡം ഇത്രയും ഒരു ഇനിഷ്യേറ്റീവ് എടുത്തത് കൊണ്ടാണ് അത് ഈ ലെവൽ വരെ പോയത്. പക്ഷെ എല്ലാ വക്കീലന്മാരും അത് ചെയ്യണം എന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബോധവൽക്കരണം ഇപ്പോൾ 2 രീതിയിലുണ്ട്. നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധം നമ്മൾ സംസാരിച്ചു, അതിനെക്കുറിച്ചുള്ളൊരു ബോധവൽക്കരണവും സൊസൈറ്റി എന്തുകൊണ്ട് ഇതിനെ കുറച്ചും കൂടെ സെൻസിറ്റീവായിട്ട് കാണണം, ഈ 2 കാര്യങ്ങളുടെ ബോധവൽക്കരണം നമുക്ക് എങ്ങനെ സാധ്യമാവും? അല്ലെ, നിയമത്തിൻ്റെ അവബോധം പ്രധാനപ്പെട്ടതാണ്. അത് എന്തുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് ചോദിച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ച് ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ട് നമ്മളിങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇക്വാളിറ്റിയെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്ന ഭരണഘടനയാണ്. ഇപ്പോൾ അതിനുശേഷം ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത 1961 വന്നിട്ടുള്ള സ്ത്രീധന നിരോധന നിയമം, അതായത് അതിനുശേഷം പോഷ് ആക്ട് വന്നിട്ടുണ്ട്, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് വന്നിട്ടുണ്ട്, നിരവധിയായ നിയമങ്ങളുണ്ട്. നിയമം സൊസൈറ്റിയേക്കാളും മുമ്പേ സഞ്ചരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇന്ത്യക്കകത്ത്. പക്ഷേ നമ്മൾ ഈ നിയമത്തിൻ്റെ, അതായത് സ്ത്രീധനം കൊടുക്കുന്നതോ കൊടുക്കാനോ വാങ്ങാനോ പ്രേരിപ്പിക്കുന്നത് ഈ പറയുന്ന ഏത് സ്ത്രീയുടെ ഡിഗ്നിറ്റിയെ ബാധിക്കുന്ന ഒന്നാണല്ലോ, അതൊരു ഒഫൻസാണ്. അത് എന്ന് പറയുന്ന ഒരു നിയമം 5 വർഷം തടവ് കിട്ടും, 15,000 രൂപയോ പിഴയോ അതേ തുകയ്ക്ക് തത്തുല്യമായ പിഴയോ വരുന്നു എന്ന് പറയുന്നു. പക്ഷേ നമ്മളിൽ എത്ര പേര് അതൊരു ഒഫൻസാണെന്ന് ഇപ്പോഴും 1961 വന്ന നിയമമാണ്. നിയമം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്ക് ഇപ്പോഴും ഗോൾഡ് ഇട്ട വിവാഹമാണ് നോർമൽ വിവാഹം. ഗോൾഡ് ഇട്ടില്ലെങ്കിൽ നമ്മൾ പറയും സദ്യ മോശമാണ്, അവർക്ക് പാവപ്പെട്ടവരാണെന്ന് ചിന്തിക്കുന്ന ആ മാനസികാവസ്ഥ നമ്മൾ മാറ്റിയിട്ടില്ല. അപ്പം നിയമ അവബോധം, നിയമം നമ്മളോടിപ്പോൾ നമ്മളിതൊന്നും ഇപ്പോൾ ഡൊമസ്റ്റിക് നമ്മൾ കുടുംബം എന്ന് പറയുന്നത് ഭയങ്കര വലിയ സങ്കല്പമാണ് എന്നൊക്കെയാണ് നമ്മുടെ തിങ്കിങ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ കേരളമാണ് നമ്പർ 1 കേസ് കൊടുത്തിട്ടുള്ളത്. അത് കേസ് കേരളത്തിൽ കൂടുതലായതുകൊണ്ട് മാത്രമല്ല, അവബോധമുള്ളത് കൊണ്ട് കൂടിയാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനെ സംബന്ധിച്ച്. അപ്പോൾ ഡൊമസ്റ്റിക് എന്ന് പറയുന്നത് വയലൻസ് ഫ്രീ ആണെന്ന് പറഞ്ഞൊരു കൺസെപ്റ്റാണ് പണ്ടുണ്ടായിരുന്നത്. അതായത് എപ്പോഴും കുടുംബത്തിൻ്റെ മഹിമ, ഇത് എല്ലാം തന്നെ സ്ത്രീയുടെ സാക്രിഫൈസിലുള്ളതാണ്. അത് വേറൊരു കാര്യം. രണ്ടാമതായിട്ട് ഇത് വയലൻസ് ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു. അതിൻ്റെ അകത്ത് ഇപ്പോൾ സഹോദരിയാവുന്ന സ്ത്രീ ആവട്ടെ, അമ്മയാവുന്ന സ്ത്രീ ആകട്ടെ, ഈ ലിവിങ് റിലേഷനിലെ പാർട്ട്ണർ ആവട്ടെ, വൈഫാവട്ടെ, മകളാവട്ടെ, ഇതെല്ലാം തന്നെ കുടുംബത്തിൻ്റെ അകത്ത് സ്ത്രീയുടെ അവസ്ഥ പരിതാപകരമാണ്. ഇത്തരം അബ്യൂസുകൾ, അതായത് എക്കണോമിക് ആവട്ടെ, മെൻ്റൽ ആവട്ടെ, ഫിസിക്കലാവട്ടെ, വെർബലാവട്ടെ അബ്യൂസ് ഉണ്ട് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്തൊരു നിയമമാണ്. പക്ഷേ അത് അബ്യൂസ് ആണെന്ന് നമ്മൾ മനസ്സിലാവണുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും അതാണ് നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ എന്നെ തല്ലിയിട്ട് എന്തെങ്കിലും വാങ്ങിത്തരുമെന്ന് പറഞ്ഞാൽ ഇത് ഗാർഹിക പീഡനമാണ് ഈ പറയുന്നതെന്നും ഇത് വയലൻസ് ആണ് എന്നുള്ളതും നമുക്ക് അത് നമ്മൾ തിരിച്ചറിയുക എന്ന് പറയുന്നത്. അപ്പം അവിടെ നിയമത്തിന് ചെയ്യാനുണ്ട്. കാരണം ഇത് നിയമം മുമ്പേ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന കാര്യം അത് നമ്മളൊന്ന് പഠിപ്പിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. चाचा प्रणाम। प्रणाम। चाचा ड्यूटी जा रहे हैं, बिटिया का ध्यान रखिएगा। ठीक है, कोई बात नहीं। आपकी बेटी हमारी बेटी। जाओ बिटिया।
कहाँ चली? मेरा नाम गीता है। मैं छेड़छाड़ से परेशान हूँ, मेरी मदद कीजिए। भारत में कई ऐसे कानून हैं जो महिलाओं एवं बच्चों के सशक्तिकरण एवं संरक्षण के लिए बनाए गए हैं। अगर आपको और सहायता की जरूरत है तो कानूनी सलाह के लिए लीगल एडवाइस को चुनें और कोर्ट में वकील के प्रतिनिधित्व के लिए लीगल असिस्टेंस पर क्लिक करें। अगर आपको अब भी किसी मानवीय सहायता की जरूरत है तो आप हमारे इस टेली फैसिलिटेशन सर्विस के तहत IVRS बेस्ड हेल्पलाइन सॉल्यूशन को चुन सकती हैं। इसके लिए आप 14454 डायल करें। धन्यवाद। नमस्कार, मैं आशीष आपकी किस तरह से सहायता कर सकता हूँ? मेरा नाम गीता है। मैं छेड़छाड़ से बहुत परेशान हूँ, मेरी मदद कीजिए। आपके मामले को देखते हुए आपकी बात अपने काउंसलर से कराता हूँ। आप अपनी बात इनसे खुलकर कहिए। इससे आप अपने आप में आत्मविश्वास महसूस करेंगी। इसके पश्चात मैं आपको लॉयर से कनेक्ट करा दूंगा। लोगों तक न्याय की पहुंच को और आसान करने के लिए न्याय विभाग भारत सरकार की पेशकश न्याय सेतु, एकदम गोपनीय और सुरक्षित माध्यम जिसे समाज के सभी वर्गों के साथ साथ खास तौर पर दिव्यांगों, महिलाओं, बच्चों और वरिष्ठ नागरिकों सहित सभी जरूरतमंदों को ध्यान में रखकर डिजाइन किया गया है। न्याय सेतु एक ऐसा प्लेटफॉर्म जहां कानूनी जानकारी, टेली लॉ और न्याय बंधु की सभी सेवाओं का है समागम। न्याय सेतु, सभी होंगे अब और सशक्त। न्याय पाने की राह अब होगी आसान। ഇതിൻ്റെ ഒരു ബോധവൽക്കരണത്തിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും സോഷ്യലി? അടിസ്ഥാനപരമായിട്ട് നമുക്ക് നിയമ അവബോധം തുടങ്ങേണ്ടത് കുട്ടിക്കാലം മുതലാണ്. ഈ ഒരു 10-50 വയസ്സായിട്ടുള്ള ആൾക്കാരോട് നമ്മളിങ്ങനെ നിയമം ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നിയമം ഉണ്ട് എന്ന് കേട്ടു പോവുകയുള്ളൂ. അതിലേക്ക് അവർക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് സ്കൂളുകളിൽ നിയമ അവബോധ ക്ലാസ്സുകളും നിയമ ക്ലബ്ബുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ ഒരു അധരവ്യായാമം പോലെയുള്ളൊരു സംഗതി മാത്രമായിട്ടാണ് മാറുന്നത്. നമ്മുടെ ഒരു സിറ്റുവേഷനിൽ മാർക്ക് കിട്ടുന്ന അല്ലെങ്കിൽ കൗണ്ട് ചെയ്യുന്നതല്ലാത്ത ഒരു പഠനങ്ങളല്ല. നിയമ ക്ലാസ്സുണ്ട്, നിയമ ക്ലാസ്സിന് മാർക്കുണ്ടോ? മാർക്കുണ്ട് എങ്കിൽ ഒരു പക്ഷേ അത് കുട്ടികൾ പഠിക്കും, കുട്ടികളെ പഠിപ്പിക്കും. ഇത് പഠിപ്പിക്കുന്ന അധ്യാപകർ എത്രമാത്രം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആൾക്കാരാണ്, അതിനെക്കുറിച്ച് ഇൻറ്റേർണലൈസ് ചെയ്യുന്ന ആൾക്കാരാണ്. നിയമം പറഞ്ഞു കഴിഞ്ഞിട്ട് ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കാനുള്ളതല്ല കേട്ടോ, കുടുംബം ഛിന്ന ഭിന്നമായി പോകും എന്ന് പറയുന്ന ആൾക്കാരാണോ കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇത് മുന്നോട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആവും. നമ്മൾ സാമൂഹിക പാഠം പഠിക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ അത്യാവശ്യമായി ഒരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ച് മരിക്കാൻ തക്കവണ്ണം, അന്തസ്സായി ജീവിച്ച് മരിക്കാൻ തക്കവണ്ണം, ജെൻഡർ വ്യത്യാസമില്ലാതെ ഉള്ള എല്ലാ നിയമങ്ങളെക്കുറിച്ചും ഒരു അവയർനെസ് അവിടെ തുടങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും മുകളിലോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ നേരിടുന്നൊരു പ്രശ്നം ഇതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി പരിരക്ഷ തേടാൻ പറ്റും. നമ്മൾ എവിടെ പോകുമ്പോഴും ഇതുപോലെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു അഡ്വക്കേറ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷേ അങ്ങനത്തെ സംവിധാനങ്ങൾ തേടിപ്പോകാൻ കുറച്ചുകൂടി ധൈര്യം നമുക്കുണ്ടാവും. അവിടെയാണ് മാഡം ഇപ്പോൾ ദിശയുടെ ഒരു സിഗ്നിഫിക്കൻസ് വരുന്നത് തന്നെ അവിടെയാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഇപ്പോൾ ടെലി നിയമം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പാനൽ, ഒരു വക്കീലന്മാരുടെ ഒരു പാനൽ അവൈലബിൾ ആണ്. ഒരു പ്ലേ സ്റ്റോർ വഴിയോ അല്ലെങ്കിൽ ഒരു അക്ഷയ സെൻറ്റർ വഴിയോ ഈ പറയുന്ന പോലെ എന്തെങ്കിലും നിയമത്തിൻ്റെ ആയിട്ടുള്ളൊരു സഹായം അല്ലെങ്കിൽ എന്താണ് എൻ്റെ അവകാശം എന്ന് മനസ്സിലാക്കാൻ ദിശ തീർച്ചയായിട്ടും അവർക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. മാഡം, ഒരു ലീഗൽ ഫ്രെയിംവർക്കിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീയുടെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? സ്ത്രീയെ സംബന്ധിച്ച് ഒരു വ്യക്തിക്കുള്ള മുഴുവൻ അവകാശങ്ങളും നമ്മളെപ്പോഴും ഞാനതാണ് കോൺസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് പറഞ്ഞത്. അതായത് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന വിക്കകത്ത് ഈ സ്ത്രീ ഉണ്ട് അല്ലേ? സ്ത്രീയും ട്രാൻസ്ജെൻഡറും പുരുഷനും ഒക്കെ ഉണ്ട്. എല്ലാ മനുഷ്യർക്കും ഉള്ള എല്ലാ അവകാശങ്ങളും, നേരത്തെ പറഞ്ഞ അന്തസ്സായി ജീവിക്കാനുള്ളത്, അതുപോലെ തന്നെ ഏത് തരത്തിലും ആവിഷ്കാര സ്വാതന്ത്ര്യം, എല്ലാത്തിലും ആർട്ടിക്കിൾ 14 ഈക്വാളിറ്റി ഒക്കെ ബേസിക് ആയിട്ടുള്ള മുഴുവൻ അവകാശങ്ങളും
ഭരണഘടന അനുസൃതമായിട്ടുള്ള അവകാശങ്ങൾ മുഴുവൻ സ്ത്രീകൾക്കുണ്ട്. ഡിറ്റർമിനേഷൻ അടക്കം വളരെ കൃത്യമായിട്ട് നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതിലെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ സ്വാതന്ത്ര്യം വരുന്ന സമയത്തും ഈക്വാളിറ്റി ബിഫോർ ലോ, ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുമ്പോൾ ഈക്വലായി നിൽക്കുന്ന ഈക്വാളിറ്റി എമംഗ് ഈക്വൽസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വയലൻസ് നേരിടുന്നത്, ഡിസ്ക്രിമിനേഷൻ നേരിടുന്നത് അതിനെയൊന്നും നമുക്ക് ഒരേപോലെ അല്ലേ? അത് സ്ത്രീ എന്ന നിലയിൽ ജെൻഡർ അതായതുകൊണ്ട്, സെക്സ് അതായതുകൊണ്ട് സ്ത്രീയെ സംബന്ധിച്ച് അതിക്രമങ്ങളുണ്ട്, അവഗണനകളുണ്ട്, അസോൾട്ടുകൾ നേരിടുന്നുണ്ട്. ഇതെല്ലാം തന്നെ വലിയ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ആർട്ടിക്കിൾ 15 ക്ലോസ് 3 ഇത്തരത്തിൽ പ്രത്യേക നിയമങ്ങൾ സ്ത്രീകൾക്ക് കുട്ടികൾക്ക് കൊണ്ടുവരുന്നതിന് തടസ്സമില്ല എന്ന് പറയുന്ന ഒന്ന് ഈ ഭരണഘടനയ്ക്കകത്ത് തന്നെയുണ്ട്. അതിന് ബേസ് ചെയ്തിട്ട് ആദ്യം തൊട്ടേ പറഞ്ഞ 1961 ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഉണ്ട്, പോഷ് ആക്ട്, എനിക്ക് തോന്നുന്നു നേരത്തെ മെൻഷൻ ചെയ്തു. പോഷ് വളരെ കൃത്യമായിട്ട് നമ്മൾ എടുത്ത് ഉപയോഗിക്കേണ്ട നിയമമാണ്. കാരണം തൊഴിലെടുക്കുക, റൈറ്റ് ടു ബി എംപ്ലോയിഡ് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ റൈറ്റ് ആണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. അപ്പോൾ റൈറ്റ് ടു ബി എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും പോയിട്ട് എങ്ങനെയെങ്കിലും പണിയെടുത്ത് പോരുക എന്നല്ല. ഒരു സ്ത്രീ ഒരു പുരുഷൻ രണ്ടുപേരും ജോലി ചെയ്യുന്ന ഇടത്ത് ഒരാൾ സ്ത്രീ ആണ്, നീ സ്ത്രീയാണ് എന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഫിസിക്കൽ അബ്യൂസ്, വെർബൽ അബ്യൂസ്, അത്തരത്തിലുള്ള അബ്യൂസുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ, ഫിസിക്കൽ കോണ്ടാക്റ്റ് അഡ്വാൻസസ് എന്ന് പറയുന്നു, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഓർ ഡിമാൻഡ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്, പോണോഗ്രഫി കാണിക്കുക, ഇനി അതർ അൺവെൽക്കം ഫിസിക്കൽ, വെർബൽ, നോൺ വെർബൽ കോണ്ടാക്റ്റ് ഓഫ് സെക്ഷൽ നേച്ചർ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് നമ്മൾക്ക് അതിശയമായിട്ട് തോന്നും. പക്ഷെ നമ്മുടെ അടുത്ത് വരുന്ന കേസുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ പറയുന്ന തൊഴിലിടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് കംഫർട്ടബിൾ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെയാണ്. കാരണം സേഫ് ആൻഡ് സെക്യൂർ എൻവിറോൺമെൻറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നിയമമുണ്ട്. ഇപ്പോൾ പോഷ് ആക്ട് അടക്കമുള്ള നിയമങ്ങളുള്ളപ്പോൾ പോലും അതിലെ ഇപ്പോൾ ഒരു തൊഴിലിടത്തിൽ 10 അതിലധികമോ തൊഴിലാളികളുള്ള ഇടത്ത്, അത് സ്ത്രീ തൊഴിലാളി എന്നല്ല കേട്ടോ, എംപ്ലോയീസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ IC രൂപീകരിക്കണം. ഈ ആക്ട് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങുകയാണ്. ഇന്റേണൽ കമ്മിറ്റി വഴിയാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് അതിൽ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഞാൻ വന്നിരിക്കുന്നു, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വർക്ക് പ്ലേസ് ആണ്. ഞാനിവിടെ വെദർ എംപ്ലോയിഡ് ഓർ നോട്ട് എന്ന് എടുത്താൽ മതി, കാരണം ഞാനിവിടെ എംപ്ലോയി ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇത് ഈ വർക്ക് പ്ലേസ് ആണ് സേഫ് ആൻഡ് സെക്യൂർ എൻവിറോൺമെൻറ്റ് ഉണ്ടാവേണ്ട, സീറോ വയലൻസ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആവേണ്ടത് ഈ വർക്ക് പ്ലേസ് ആണ്. അപ്പോൾ ഈ വർക്ക് പ്ലേസിൻ്റെ ഉള്ളിൽ വന്നു പോകുന്ന ആളുണ്ടാവാം. ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷനുകളിലാണെങ്കിൽ വിദ്യാർത്ഥികളുണ്ടാവാം, റിസർച്ച് സ്കോളേഴ്സ് ഉണ്ടാവാം, വിസിറ്റേഴ്സ് ആയിരിക്കാം. സിനിമയൊക്കെ നമ്മൾ ഡിസ്കഷൻ ഓൾറെഡി കഴിഞ്ഞ സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ വർക്ക് ചെയ്യുന്ന സ്ത്രീകളെ സംബന്ധിച്ചിട്ട് ഇത് നേരിടുന്നുണ്ട് എന്ന് അവർ ഓപ്പണായി പറയുകയാണ് അല്ലേ? അത്തരത്തിലെ, അതായത് ഇന്ന തൊഴിലെടുക്കണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വയലൻസുകൾക്ക് നേരെ നമ്മൾ കണ്ണടക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അന്തസ്, അത് ഡയറക്റ്റായി എൻ്റെ അന്തസ്, അതായത് നമ്മൾ രണ്ടുപേരും 2 ജെൻഡറാണ്, ഞാൻ സ്ത്രീ ആയതുകൊണ്ട് എനിക്ക് ഇത്തരത്തിൽ കൂടി സഹിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്വാളിറ്റിയാണ് അവിടെ ബാധിക്കുന്നത്. സമയത്തിൻ്റെ പരിമിതി മൂലം എനിക്ക് എൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കേണ്ടി വരികയാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ച പോലത്തെ ഒരു ആക്സസിബിലിറ്റി അല്ലെങ്കിൽ ബോധവൽക്കരണം, നിയമങ്ങളുണ്ട് പക്ഷെ നടപ്പിലാക്കണം. അപ്പോൾ ദിശയ്ക്ക് എങ്ങനെയാണ് സ്ത്രീകളെ സഹായിക്കാൻ സാധിക്കുക നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ? എനിക്ക് തോന്നുന്നു ഇത് നമ്മൾ ഈ പ്രൊജക്റ്റ് മനസ്സിലാക്കിയത് വെച്ചിട്ട് പലപ്പോഴും ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ട്, തനിക്ക് നേരെ ഒരു അതിക്രമം ഉണ്ടായാൽ അത്തരം ഒരു കാര്യം പറയാനായിട്ടൊരു സ്പേസ് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എഡ്യൂക്കേറ്റ്സ് നമ്മളെ ഉണ്ട്, ലീഗൽ സർവീസസ് അതോറിറ്റി പോലെയുള്ള സംവിധാനങ്ങളുണ്ട്. എങ്കിൽ പോലും അതിന് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വനിതാ ശിശുവികസന വകുപ്പിൻ്റെയും വനിതാ വികസന കോർപ്പറേഷൻ്റെയൊക്കെ ഈ ഹെൽപ്പ് ലൈനുകൾ വളരെ സക്സസ് ആയിട്ട് ഇവിടെ പോകുന്നുണ്ട്. കാരണം വിളിച്ചു പറയാൻ, നമുക്ക് കേൾക്കാൻ ആളുണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കേൾക്കുന്നതിന് വളരെ കൃത്യമായിട്ട് അഡ്വൈസ് കൊടുക്കാൻ എക്സ്പെർട്ടൈസേഷൻ ഉള്ള ആളുകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. ഇനി നെക്സ്റ്റ് എന്ത് ഇവർക്ക് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന വളരെ അത്തരത്തിൽ വളരെ ലീഗലായിട്ടുള്ള അവയർനെസ് അവർക്ക് ഉണ്ടാവുകയും അവർക്ക് സപ്പോർട്ട് സംവിധാനമായിട്ട് നിലകൊള്ളാൻ പറ്റിയ വളരെ പോസിറ്റീവാണ്. കാരണം ഇവിടെ സ്ത്രീകൾക്ക് നമ്മളിപ്പോൾ ഇത്രയും സംവിധാനങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോഴും ഇതിൽ എപ്പോഴും എല്ലാവരും പറയുന്നൊരു സെൻറ്റൻസ് ഉണ്ട്, അതായത് സ്ത്രീകൾക്കുമായി ബന്ധപ്പെട്ട ബെനിഫിഷ്യൽ ലോസ് ദുരുപയോഗമെന്ന്. പക്ഷേ ആക്ച്വലി അങ്ങനെ നമ്മുടെ ഒരു അറിവ് വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 50% സ്ത്രീകളും ഇത് അനുഭവിക്കുന്നവർ വീടിൻ്റെ ഉള്ളിലും തൊഴിലിടത്തിലുമൊക്കെ സൈലൻ്റാണ്.
ഇത് അനുഭവിക്കുന്ന ആളുകളിൽ 50% പോലും ഈ എത്തുന്നില്ല. ഇത് ഈ പറയുന്ന സാഹചര്യങ്ങളുടെ അഭാവം മൂലമാണ്. അപ്പോൾ ആ മനുഷ്യർ കൂടി വരണം. കാരണം അവർക്കും കൂടി അവകാശപ്പെട്ട അർഹതപ്പെട്ടിട്ടുള്ള അന്തസ്സാർന്നൊരു ജീവിതം ഇവിടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു ഈ പറയുന്ന നമ്മുടെ ടെലി നിയമങ്ങൾ അല്ലെങ്കിൽ ന്യായബന്ധു എന്ന് പറയുന്നത് അത് തന്നെയാണ്. മാഡത്തിന് എന്ത് തോന്നുന്നു, ദിശയ്ക്ക് എങ്ങനെ സഹായിക്കാൻ? ജസ്റ്റ് ഒന്ന് നമ്മൾ നോക്കുമ്പോൾ കേരളം വളരെ സാക്ഷരമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മൾ സ്ഥിതിവിവര കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 150ഓളം അഡ്വക്കേറ്റ്സ് ആണ് ഈ ദിശയുടെ ന്യായബന്ധുവിൽ പാനലൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 40ഓളം കേസുകളാണ് 2017 മുതൽ 2023 വരെ ദിശ ന്യായബന്ധു വഴി ഡീൽ ചെയ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, അത് മറ്റു സംസ്ഥാനങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത് വളരെ ചെറിയൊരു ഒരു നമ്പറാണ്. അപ്പോൾ സാധ്യത വളരെ അധികമാണ്. മാഡം പറഞ്ഞ പോലെ വളരെയധികം കേസുകളുണ്ട് ഇവിടെ, അവബോധമുള്ള സ്ത്രീകളുണ്ട്. ഇതിനെക്കുറിച്ച് വളരെ കൃത്യമായി ഒരു മാധ്യമങ്ങൾ വഴി, സാമൂഹ്യ മാധ്യമങ്ങൾ വഴി ഒരു ചർച്ച ഇതുപോലെ നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും സ്ത്രീകൾ ഇതിൻ്റെ ഒരു ഈ സർവീസ് കുറച്ചുകൂടി ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ കൂടുതൽ അഡ്വക്കേറ്റ്സ് പാനൽഡ് ആവും. കൂടുതൽ അഡ്വക്കേറ്റ്സ് പാനൽഡ് ആവുമ്പോൾ കുറച്ചും കൂടി റിച്ച് ആയിട്ടുള്ള അഡ്വൈസ് ഓരോരുത്തർക്കും കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം ഒരു ആപ്ലിക്കേഷൻ നിലവിലുണ്ട് എന്നുള്ളത് സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ ഒരു പ്രോഗ്രാമിലൂടെ തന്നെ നമ്മൾ ചെയ്യുന്ന ഒരു മെസ്സേജ് കൊടുക്കുന്നത് അത് തന്നെയാണ്. തീർച്ചയായിട്ടും ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ ഉണ്ടാവും. നമ്മൾ വ്യക്തികളെന്ന നിലയിൽ തന്നെ തൊട്ടടുത്തുള്ള സമീപത്തുള്ള മനുഷ്യരെ കോൺഷ്യൻറ്റൈസ് ചെയ്യണം. അപ്പോൾ നാച്ചുറലി അങ്ങനെ ഒരു പ്രിക്കുലേറ്റ് ചെയ്ത് അത് മനുഷ്യരിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും കൂടുതൽ ന്യായബന്ധു ഉപയോഗിക്കപ്പെടുമെന്ന് തന്നെ കരുതുന്നു. അത്തരമൊരു ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ടോക്ക് ഷോയും നമ്മൾ അവതരിപ്പിക്കുന്നത്. അപ്പോൾ എന്തായാലും രണ്ടുപേരോടും ഒരുപാട് നന്ദി. നിങ്ങളുടെ അനുഭവം, നിങ്ങളുടെ പരിചയം വെച്ച് നിങ്ങൾ സംസാരിച്ച വിഷയങ്ങളെല്ലാം തന്നെ സമൂഹത്തിൽ ഒരുപാട് വലിയ ചലനങ്ങൾ ഉണ്ടാക്കട്ടെ, ദിശയ്ക്ക് അതിൻ്റെ ഭാഗമായിട്ട് അവരെ സഹായിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ദിശ പ്രായോജകർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്.